അതാണ് ഈ പിള്ളേരൊന്നും നിൽക്കാത്തത്. ഇവിടെ എന്ത് കിട്ടിയിട്ടാണ് നിൽക്കുന്നത്? ഒരു എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റിന് ജോലി കൊടുക്കാൻ പറ്റിയ എത്ര പൊതുമേഖലാ സ്ഥാപനങ്ങളുണ്ട്? വേണ്ട, ഈ കുട്ടികൾക്ക് ജോലിയൊന്നും വേണ്ടേ? 25 കൊല്ലം പുറകെ നടക്കുവാണ് കേരളം. ഞങ്ങൾ അതിനല്ല വന്നിരിക്കുന്നത്. 25 കൊല്ലത്തേക്ക് മുമ്പിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടാണ്. പണം ഉണ്ടാക്കി പാവപ്പെട്ടവരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ പ്രതിപക്ഷ നേതാവ് ആക്ഷേപിച്ചെന്ന് പറഞ്ഞു സ്വകാര്യ നിക്ഷേപങ്ങളെ മുഴുവൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ ബജറ്റ് എന്നത്. ശരിയാണ്. അല്ല, കേൾക്ക്, അദ്ദേഹത്തിന്റെ ആക്ഷേപത്തെ ഞാൻ പൂർണ്ണമായി സ്വീകരിക്കുന്നു. സ്വകാര്യ നിക്ഷേപം ഇവിടെ ഉണ്ടാവണം. ഈ 87,000 കോടി രൂപയുടെ കടവും ഇപ്പൊ കൊടുക്കേണ്ട ബാധ്യതയും 5 ലക്ഷം കോടി രൂപയുടെ കടവുള്ള ഒരു സംസ്ഥാനത്തിന് ഏത് കാര്യമാണ് ഒരു സെക്ടറിൽ, പബ്ലിക് സെക്ടറിൽ തുടങ്ങാൻ പറ്റുന്നത്? ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് വേണ്ടേ? ഇവിടെ മത്സരിക്കുകയാണ് സംസ്ഥാനങ്ങൾ, ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ. ഓരോ ഇൻവെസ്റ്റ്മെന്റും കൊണ്ടുപോകുന്നതിന് വേണ്ടി തമിഴ്നാടും കർണാടകയും മഹാരാഷ്ട്രയും തെലങ്കാനയും ആന്ധ്രയും ഹരിയാനയും ഇവിടെ വരാൻ പാടില്ല ആരും. അതല്ല ഞങ്ങളുടെ നയം. ഞങ്ങൾ സ്വകാര്യ നിക്ഷേപത്തെ പ്രോത്സാഹിപ്പിക്കും, ഇൻവെസ്റ്റ്മെന്റിനെ പ്രോത്സാഹിപ്പിക്കും. അതുവഴിയെ സമ്പദ്ഘടനയെ മെച്ചപ്പെടുത്താൻ പറ്റുള്ളൂ. ആർക്കാണ് ഗവൺമെന്റ് തൊഴിൽ കൊടുക്കുന്നത്? എല്ലാ പബ്ലിക് സെക്ടറിലും കോൺട്രാക്ട് ലേബറിനാണ് വെക്കുന്നത്. KMML ആളെടുത്തിട്ട് എത്ര നാളായി? IRL ആളെടുത്തിട്ട് എത്ര നാളായി? കേരളത്തിന്റെ പൊതുമേഖലാ സ്ഥാപനമായ TCCയിൽ ഒരു അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് എത്ര നാളായി? ഞാനവിടെയൊക്കെ യൂണിയൻ പ്രസിഡന്റാണ്. ഒരു പുതിയ ഒരാൾക്ക് ജോലി കൊടുക്കാൻ പറ്റുന്നില്ല. ഉള്ള ജോലിയിൽ നിന്ന് ആള് റിട്ടയർ ചെയ്യുമ്പോൾ കോൺട്രാക്ട് ലേബറെ വെച്ചുകൊണ്ടാണ് കേരളത്തിലെ പബ്ലിക് സെക്ടർ നടന്നുകൊണ്ട് പോകുന്നത്. നിങ്ങളൊന്ന് അന്വേഷിക്കുക. ഈ ട്രാക്കോ കേബിൾ കൂട്ടിപ്പോയില്ലേ? ടെൽക്ക് കൂട്ടലിന്റെ വക്കീലാണ്. അഗ്രോ മെഷീനറി കോർപ്പറേഷൻ കൂട്ടലിന്റെ വക്കീലാണ്. ട്രാവൻകൂർ സിമന്റ്സ് കൂട്ടലിന്റെ വക്കീലാണ്. ആരുടെ പണം എടുത്തുകൊണ്ട് അതൊക്കെ നടന്നു പോകുന്നത്? നമ്മുടെ നികുതി പണം, നമ്മുടെ എക്സ്ചക്കറിൽ നിന്നുള്ള പണം, നിങ്ങളും ഞാനും കൊടുക്കുന്ന നികുതി പണം എടുത്തുകൊണ്ട് റിട്ടയർമെന്റ് വേക്കൻസിയിൽ പോലും ഒരാളെ നിയമിക്കാൻ പറ്റാതെ ഉള്ള പബ്ലിക് സെക്ടറിൽ എടുത്ത് തലയിൽ വെച്ചിട്ട് സ്വകാര്യ നിക്ഷേപം പാടില്ല എന്ന് പറഞ്ഞാൽ ആ പോളിസിയോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. ഞങ്ങൾ സ്വകാര്യ നിക്ഷേപം കേരളത്തിൽ കൊണ്ടുവരും എന്നാണ് UDF ഗവൺമെന്റിന്റെ പോളിസി. അല്ലെങ്കിൽ കേരളം ഉണ്ടാവില്ല. ഇതാണ് യാഥാർത്ഥ്യം. ക്ലീശേ വന്ന വാചകങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിന്റെ ഭാവിയെ, കേരളത്തിന്റെ അതാണ് പിള്ളേരൊന്നും ഇവിടെ നിൽക്കാത്തത്. ഇവിടെ എന്ത് കിട്ടിയിട്ടാണ് നിൽക്കുന്നത്? എന്ത് ജോലി കിട്ടിയിട്ടാണ് നിൽക്കുന്നത്? ഇവിടെ എത്ര എഞ്ചിനീയറിംഗ് കോളേജുകളുണ്ട്? ഒരു എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റിന് ജോലി കൊടുക്കാൻ പറ്റിയ എത്ര പൊതുമേഖലാ സ്ഥാപനങ്ങളുണ്ട്? BTech പാസ്സായി വരുന്ന ഒരു കുട്ടിക്ക്, ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പാസ്സായി വരുന്ന ഒരു കുട്ടിക്ക് ജോലി കൊടുക്കാൻ, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പാസ്സായി വരുന്ന ഒരു കുട്ടിക്ക് ജോലി കൊടുക്കാൻ ഏത് സ്ഥാപനമുണ്ട് ഇവിടെ? വേണ്ട, ഈ കുട്ടികൾക്ക് ജോലിയൊന്നും വേണ്ടേ? 25 കൊല്ലം പുറകെ നടക്കുവാണ് കേരളം. ഞങ്ങൾ അതിനല്ല വന്നിരിക്കുന്നത്. ഞങ്ങൾ അധികാരത്തിൽ വന്നിരിക്കുന്നത് കേരളത്തെ 25 കൊല്ലത്തേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ടല്ല, 25 കൊല്ലത്തേക്ക് മുമ്പിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടാണ്. കേരളത്തിൽ എംപ്ലോയ്മെന്റ് ജനറേഷൻ ഉണ്ടാക്കി, സമ്പദ്ഘടനയെ ഉത്തേജിപ്പിച്ച് പണം ഉണ്ടാക്കി പാവപ്പെട്ടവരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ പണം കൊണ്ട് വെൽഫെയർ പ്രോജക്റ്റുകൾ നടപ്പാക്കും. 5 പൈസ കയ്യിലില്ല. എന്നിട്ട് വീണ്ടും പഴയതുപോലെ അതിനല്ല ഞങ്ങൾ വന്നിരിക്കുന്നത്. ഞങ്ങൾ ഇതെല്ലാം ജനങ്ങളോട് തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ പറഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു പൊതുമേഖലാ സ്ഥാപനവും വിറ്റിരിക്കുന്ന ഒരു വാചകം ഈ ബജറ്റിലില്ല. പിന്നെ എന്തിനാ ഈ ക്ലീശേ വന്ന വാചകം ആവർത്തിച്ചുകൊണ്ട് വരണം? ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു NTM പൊളിറ്റിക്കൽ ടോക്ക്. അപ്പോൾ നമ്മൾ കേരളത്തിലെ സർക്കാർ ഒരു മാസം പിന്നിടുമ്പോൾ അവതരിപ്പിച്ച ബഡ്ജറ്റ് സാധാരണ ജനങ്ങളെല്ലാവരും ഇരു കൈ നീട്ടി സ്വീകരിച്ചിരിക്കുകയാണ്. പ്രതിപക്ഷത്തിന് പോലും പറയത്തക്ക ഒരു ആരോപണം ഉന്നയിക്കുവാനും സാധ്യമല്ലാത്ത വിധത്തിൽ പഴുതടച്ച സാധാരണക്കാർക്ക് അധിക നികുതി ഭാരങ്ങളൊന്നുമില്ലാതെ, എന്നാൽ വരുമാനം കണ്ടെത്തുന്നതിനുള്ള മാർഗങ്ങളൊക്കെ നിർദ്ദേശിച്ചുകൊണ്ട് വളരെ വ്യക്തമായ ഒരു ബഡ്ജറ്റ് VD സർക്കാർ, അദ്ദേഹം മുഖ്യമന്ത്രി തന്നെ, ധനകാര്യമന്ത്രി ആയതുകൊണ്ട് VDS തന്നെയാണ് ഈ ബഡ്ജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നത്. തീർച്ചയായും സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ ആശാവാഹമായ ഒരു ബഡ്ജറ്റ് തന്നെയാണ്. ഈ UDF വാഗ്ദാനം ചെയ്ത ഇന്ദിരാ ഗ്യാരണ്ടിയിലെ പ്രധാന വാഗ്ദാനമായ സ്ത്രീകളുടെ സൗജന്യ യാത്ര, അത് ആദ്യം തന്നെ നടപ്പാക്കി അത് ജനങ്ങളിലേക്ക് എത്തി. അത് ജനങ്ങളിലേക്ക് എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് യാതൊരു ഇടനിലക്കാരുമില്ല. ആവശ്യമുള്ള സ്ത്രീകൾ യാത്ര ചെയ്യുമ്പോൾ അവർക്ക് അതിന്റെ ആനുകൂല്യം ലഭിക്കുകയാണ്. അതിന് വരുമാന പരിധിയുമില്ല, സമയപരിധിയുമില്ല. സമയത്തിനെ കുറിച്ചൊക്കെ ഒരുപാട് ട്രോളുകളൊക്കെ കേട്ടപ്പോഴാണ് അത് ഞാൻ പ്രത്യേകം പറഞ്ഞത്. സമയപരിധിയുമില്ല. ഏത് സ്ത്രീകൾക്കും സ്കൂളിലേക്കാണെങ്കിലും ജോലിക്കാണെങ്കിലും എന്തിനാണെങ്കിലും യാത്ര ചെയ്യുമ്പോൾ അതിന് ഫ്രീ ആയി യാത്ര ചെയ്യാൻ കേരളത്തിലൊട്ടാകെ ഓർഡിനറി ബസ്സുകളിൽ സാധിക്കും എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ ഒരു പ്രത്യേകത. കാരണം ഒരു ഇടനിലക്കാരോ ഒരു ബാങ്കോ ഒന്നുമില്ലാതെ ജനങ്ങൾക്ക് നേരിട്ട് കയ്യിലേക്ക് പണം ലാഭിക്കുന്ന ഒരു പരിപാടിയാണ് KSRTCയിലെ സൗജന്യ യാത്ര സ്ത്രീകൾക്ക്. അപ്പോൾ അത് ജനങ്ങളിലേക്ക് നേരിട്ട് എത്തിക്കഴിഞ്ഞു.
അതിനുശേഷമാണ് അതിനു മുന്നേ നമ്മളെ ഏറ്റവും ആദ്യം ആശാ വർക്കർമാരുടെ മോണിറ്റോറിയം വർദ്ധിപ്പിച്ചത് വലിയ വാർത്താ പ്രാധാന്യം നൽകിയ ഒന്ന് തന്നെയായിരുന്നു. അപ്പോൾ ഈ സർക്കാർ വന്ന് 1 മാസം 30 ദിവസം പിന്നിടുമ്പോൾ ഇത്രയധികം വാഗ്ദാനങ്ങൾ പാലിക്കുകയും മാത്രമല്ല ഒരുപാട് ക്ഷേമ പദ്ധതികൾ നടപ്പാക്കുക കൂടി ചെയ്തു ഒരു മികച്ച ബഡ്ജറ്റ് അവതരിപ്പിക്കാനും നമ്മുടെ VDS സർക്കാരിന് കഴിഞ്ഞിരിക്കുകയാണ്. കേരളത്തിലെ മുഴുവൻ ജനങ്ങളും രാഷ്ട്രീയ ഭേദമന്യേ ഇരു കൈയും നീട്ടി തന്നെയാണ് ഈ ബഡ്ജറ്റിനെ സ്വീകരിച്ചിരിക്കുന്നത്. വളരെ അപൂർവം ചില പ്രതിപക്ഷ ആരോപണങ്ങളൊക്കെ ഉണ്ട് എങ്കിലും അത് ഒന്നും അവർക്ക് തന്നെ അതിനെ ന്യായീകരിക്കുവാൻ സാധിക്കാത്ത വിധത്തിൽ അതിനെ മുനയൊടിച്ചു. നമ്മൾ ഇപ്പോൾ തുടക്കത്തിൽ ഇൻട്രോ നമ്മൾ കേട്ടല്ല, മുഖ്യമന്ത്രിയുടെ പത്രക്കാർ ചോദിക്കുന്നതിനുള്ള ഉത്തരങ്ങളാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ ഈ വീഡിയോയുടെ അവസാന ഭാഗത്തും കുറച്ച് ഭാഗങ്ങൾ ചേർക്കുന്നുണ്ട്. കാരണം മുഖ്യമന്ത്രി തന്നെ വ്യക്തമായി എല്ലാ കാര്യങ്ങൾക്കും വ്യക്തമായി ഉത്തരം നൽകുന്നത് കൊണ്ട് മറിച്ച് അതിന് യാതൊരു ചോദ്യമുനയിലേക്കും അത് പോകേണ്ടതില്ല എന്ന് തന്നെയാണ് അദ്ദേഹം കൃത്യമായ ഉത്തരം. അദ്ദേഹം ധനകാര്യ വിദഗ്ധനാണ്, ട്രേഡ് യൂണിയൻ നേതാവാണ്, ഒക്കെയാണ്. അപ്പോൾ അദ്ദേഹത്തിന് എല്ലാ മേഖലകളിലും അതിന്റെയൊക്കെ ചലനങ്ങൾ വീക്ഷിക്കുവാനും അത് പറ്റി പഠിക്കുവാനും അത് ഇപ്പോൾ പഠിച്ചതല്ല, അതൊക്കെ മുൻകൂട്ടി തന്നെ അദ്ദേഹത്തിന്റെ അറിവിലുള്ളത് കൊണ്ട് ഇത്ര നല്ല ഒരു ബഡ്ജറ്റ് കേരളത്തിന് കാഴ്ചവെക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഈ UDF സർക്കാർ അധികാരത്തിൽ വന്ന് 30 ദിവസം പിന്നിടുമ്പോൾ ഇത്രയും മികച്ച പ്രകടനങ്ങളാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഈ സർക്കാർ 5 വർഷം എത്തുമ്പോൾ മുഖ്യമന്ത്രി അവിടെ പ്രത്യേകം തന്നെ എടുത്തു പറഞ്ഞു നമ്മളെ ഇൻട്രോയിൽ, നമ്മൾക്ക് യാത്ര ചെയ്യാനുള്ളത് മുന്നോട്ടാണ്, 25 വർഷം പിന്നോട്ടല്ല, നമുക്ക് 25 വർഷം മുന്നോട്ടാണ് യാത്ര ചെയ്യാനുള്ളത്. കാരണം നമുക്കിവിടെ പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്കൊക്കെ തൊഴിൽ നൽകേണ്ടതുണ്ട്. തൊഴിൽ നൽകുവാൻ മുഴുവൻ ആൾക്കാർക്കും തൊഴിൽ നൽകുവാൻ സർക്കാരിന് സാധ്യമല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. അപ്പോൾ ആ തൊഴിൽ നൽകുന്നതിന് നമുക്ക് പ്രൈവറ്റ് കമ്പനികളെ കൊണ്ടുവരേണ്ടതുണ്ട്. ഇവിടെ പഠിച്ചിറങ്ങുന്ന കാരണം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഉന്നത വിദ്യാഭ്യാസമാണ് കൂടുതൽ ആളുകളും നേടിക്കൊണ്ടിരിക്കുന്നത്. സന്തോഷം നൽകുന്ന കാര്യം തന്നെയാണ്. പക്ഷെ അവരൊക്കെ ജോലി അന്വേഷണാർത്ഥം വിദേശ രാജ്യങ്ങളിലേക്ക് പോകേണ്ട അല്ലെങ്കിൽ അന്യ സംസ്ഥാനങ്ങളിലേക്ക് പോകേണ്ട ഗതികേടിലാണ് ഇപ്പോഴുള്ളത്. കാരണം കേരളത്തിൽ വ്യവസായമില്ല. വ്യവസായം പ്രൈവറ്റ് കമ്പനികളുടെ വ്യവസായം കൊണ്ടുവന്ന് അതിൽ നമ്മുടെ കുട്ടികൾക്ക് ജോലി വാങ്ങിക്കൊടുക്കുക എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി വളരെ വ്യക്തമായി ഇൻട്രോയിൽ അത് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നത്. വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ്. സ്വകാര്യ നിക്ഷേപം സ്വീകരിക്കും, കാരണം സ്വകാര്യ ബിസിനസ്സുകാരെ കേരളത്തിലേക്ക് കൊണ്ടുവരും. അതുവഴി നമ്മുടെ ഇവിടെ പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് തൊഴിൽ ലഭിക്കും. അത് ലഭിക്കാൻ വേണ്ടിയാണ് നമ്മൾ സ്വകാര്യ നിക്ഷേപകരെ ഇങ്ങോട്ട് ആകർഷിക്കുന്നത്. അതുവഴി ഗവൺമെന്റിനും വരുമാനം കണ്ടെത്താൻ സാധിക്കും എന്ന് അദ്ദേഹം വളരെ വ്യക്തമായി തന്നെ ആ ഇൻട്രോയിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ഏതായാലും ഒരു നല്ല ബഡ്ജറ്റ് ഇരു കൈ നീട്ടി കേരളത്തിലെ മുഴുവൻ ജനങ്ങളും സ്വീകരിച്ചു എന്നുള്ളത് പ്രതിപക്ഷത്തിന് പോലും എന്തെങ്കിലും പറഞ്ഞു നിൽക്കാൻ സാധിക്കാത്ത രൂപത്തിൽ അത്രയും നല്ല ഒരു ബഡ്ജറ്റ് അവതരിപ്പിക്കുവാൻ VDS സർക്കാരിന് കഴിഞ്ഞു എന്നുള്ളത് വളരെ അഭിനന്ദനാർഹം തന്നെയാണ്. അപ്പോൾ ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് കൂടി കുറച്ച് അദ്ദേഹത്തിന് നമുക്ക് അറിയേണ്ട കുറച്ച് കാര്യങ്ങൾ മുഖ്യമന്ത്രിയുടെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് ശ്രവിക്കാം. ഏതായാലും ഈ വീഡിയോ മുഴുവനായും വീക്ഷിച്ച താങ്കൾക്ക് നന്ദി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അഭിപ്രായ നിർദ്ദേശങ്ങൾ എന്താണെങ്കിലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും ലൈക്ക് ചെയ്യാനും ഉറപ്പിക്കാനും അടുത്തൊരു വീഡിയോയുമായി കണ്ടുമുട്ടുന്നവരെ നന്ദി, നമസ്കാരം. നമുക്ക് മുഖ്യമന്ത്രിയുടെ ആ വാക്കുകൾ കൂടി ശ്രവിക്കാം. മതി, അത് മതി. കാരണം അതിന്റെ DPR ഉണ്ടാക്കണം. DPR ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് 10 കോടി രൂപ വെച്ചിരിക്കുന്നത്. DPR ഉണ്ടാക്കി വലിയൊരു ഇൻഷുറൻസ് സ്കീമാണത്, വലിയൊരു സ്കീം. ആ സ്കീം DPR രൂപപ്പെടുത്തി വരുമ്പോഴാണ് സർക്കാരിന്റെ കോൺട്രിബ്യൂഷൻ എത്രയാണെന്ന് മനസ്സിലാവുന്നത്, സ്റ്റേറ്റിന്റെ കോൺട്രിബ്യൂഷൻ എത്രയാണ്, ഇനി ഏതെങ്കിലും കാറ്റഗറിയിൽപ്പെട്ട ആളുകളുടെ കോൺട്രിബ്യൂഷൻ വേണോ. അപ്പൊ പാവപ്പെട്ടവന്റെ ഒന്നും കോൺട്രിബ്യൂഷൻ മേടിക്കണ്ട. പക്ഷേ 1 ലക്ഷം രൂപ 1.5 ലക്ഷം രൂപ വരുമാനമുള്ള ഒരാൾ ആ ഇൻഷുറൻസിന്റെ പരിധിയിൽ വന്നാൽ അയാൾക്ക് വേണ്ടി സ്റ്റേറ്റ് കൊടുക്കണം. അപ്പൊ കാറ്റഗറി നിശ്ചയിക്കും ഇൻഷുറൻസ് സ്കീമിൽ, പാവപ്പെട്ടവരെ സഹായിക്കാനാണ്. അപ്പൊ അതിനുവേണ്ടി കാറ്റഗറി നിശ്ചയിക്കുമ്പോൾ അതിനൊരു DPR വേണം. ഇൻഷുറൻസ് കമ്പനികളുമായി സംസാരിക്കണം. അത് തയ്യാറാക്കിയിട്ട് അതിനു വേണ്ടിയിട്ടാണ് ആ ഇൻഷുറൻസ് സ്കീമിന് പ്രാരംഭ ചെലവുകൾക്കാണ് 10 കോടി രൂപ മുടക്കിയത്. ഒറ്റ വാചകം അതിനകത്ത് എഴുതിയിട്ടുണ്ട്. അതിനാണ് പ്രതിപക്ഷ നേതാവ് ഇവിടെ വന്ന് അതൊക്കെ പറഞ്ഞത്.
അത് ഇപ്പോഴത്തെ ഘടനയിൽ കൂടി മാറ്റം വരുത്തി, കുറച്ചുകൂടി മാറ്റം വരുത്തി പ്ലാനിംഗ് ബോർഡിനെ ഒരു തിങ്ക് ടാങ്ക് ആക്കുന്ന. അതിന് അദ്ദേഹത്തിന് വലിയ വിഷമമുണ്ടോ? ഒരു തിങ്ക് ടാങ്ക് എന്ന് പറയുന്നത് എന്താ? സംസ്ഥാന ഗവൺമെന്റിനെ കൂടി അഡ്വൈസ് ചെയ്യാൻ പറ്റുന്ന ഫിനാൻഷ്യൽ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, ബെറ്റർ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ടു പ്രിവെന്റ് ദ ലീക്കേജ് ഫ്രം ദ ട്രഷറി, ടാക്സ് അഡ്മിനിസ്ട്രേഷൻ. എങ്ങനെയാണ് ഒരു ഐഡിയ എങ്ങനെയാണ് ഒരു പ്രോജക്റ്റ് ആയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്, മനസ്സിലായേ? ആ ജോലിയൊക്കെ കൂടി അവർക്ക് കൊടുക്കുന്നതാണ്. അത് അപ്പോഴേക്കും എന്താണ് മറ്റത് പിരിച്ചുവിടുവന്നു, ഇത് പ്ലാനിംഗ് ബോർഡ് പിരിച്ചുവിടുവന്നു. ഒരു വാചകം ഉണ്ടോ അവിടെ? ഒരു വാചകം പ്ലാനിംഗ് ബോർഡ് പിരിച്ചുവിടുന്നുണ്ടോ? പ്ലാനിംഗ് ബോർഡിന്റെ ഇപ്പൊ അവർ ചെയ്യുന്ന എന്തെങ്കിലും ഫങ്ഷൻസ് ഞങ്ങൾ മാറ്റുന്നുണ്ടോ? ഒന്നും കൂടി ബെറ്റർ ആക്കുമെന്ന് പറയാൻ പാടില്ലേ? അത് കേരളത്തിന്റെ ഇക്കോണമിയെ, ഫിനാൻസിനെ എല്ലാം ഐഡിയാസ് തരുന്ന ഒരു തിങ്ക് ടാങ്ക് ആക്കി അതിനെ ഡെവലപ്പ് ചെയ്യുന്നതാണ് പറഞ്ഞേക്കുന്നത്. തിങ്ക് ടാങ്കും പാടില്ല, ചിന്തിക്കാൻ പോലും പാടില്ല. അടിമകളാണോ ഈ കേട്ട്? ഈ ക്ലീശേ വാചകങ്ങൾ കേട്ട് കുറെ അടിമകളെ കേരളത്തിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ക്ലീശേ വാചകങ്ങൾ പറഞ്ഞ് കുറെ ലെഫ്റ്റ് ജാർഗൻസ് ഔട്ട്ഡേറ്റഡ് ആയ കാലഹരണപ്പെട്ട ലെഫ്റ്റ് ജാർഗൻസ് പറഞ്ഞ് ക്ലീശേ വന്ന വാചകങ്ങൾ പറഞ്ഞ് പ്രസംഗത്തിലും വർത്തമാനത്തിലും പത്രസമ്മേളനത്തിലും ഞങ്ങൾ അതിനില്ല. അതിൽ കുരുങ്ങിക്കിടക്കാൻ ഞങ്ങളില്ല. ഞങ്ങൾ മാറ്റത്തിന് വേണ്ടിയിട്ടാണ്, പുതുയുഗ കേരളത്തിന് വേണ്ടിയിട്ട്.